أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ഫാത്തിഹയുടെ 7-ാമത്തേതും അവസാനത്തേതുമായ ആയത്താണ് പാരായണം ചെയ്യപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് പാത്രമായവരുടെയോ വഴിപിഴച്ചവരുടെയോ മാർഗത്തിലല്ല. സൂറ ഫാത്തിഹയുടെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ്. കഴിഞ്ഞ ദർസിൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നതിൻ്റെ വിശദീകരണം നൽകിയിരുന്നു. ഈ ആയത്തിൻ്റെ 2-ാമത്തെ ഭാഗം, അതായത് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു: അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായ ഏതൊരു വ്യക്തിയും സമൂഹവും മഗ്ദൂബി അലൈഹിം എന്നതിൽ ഉൾപ്പെടുന്നു. ഇതേ പ്രകാരം അള്ളാഹുവിനെ മറന്നുകൊണ്ട് മറ്റൊന്നിനോടുള്ള സ്നേഹത്തിൽ മതിമറന്നു പോകുന്നവരെ ളാല്ലീൻ എന്നും പറയുന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 പദങ്ങൾക്കും പ്രത്യേകമായ അർത്ഥവും നൽകിയിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തൻ്റെ മസ്നദിൽ ചേർത്തിരിക്കുന്ന ഒരു ഹദീസിൽ മഗ്ദൂബി അലൈഹിം എന്നതുകൊണ്ട് യഹൂദികളും ളാല്ലീൻ എന്നതുകൊണ്ട് നസാറാക്കളുമാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപാട് സഹാബാക്കൾ, ഉദാഹരണമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിവരെല്ലാം ഈ അർത്ഥത്തെ അംഗീകരിച്ചതായും കാണാം. ഇക്കാര്യത്തിൽ മുഫസ്സിരിങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ ഭിന്നതയുമില്ല എന്ന് ഇബ്നു കസീറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിൽ നിന്നും തന്നെ ഈ അർത്ഥത്തിനുള്ള തെളിവ് നമുക്ക് ലഭിക്കുന്നു. കാരണം യഹൂദികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ കൂടെ കൂടെ ഗളബ് അഥവാ കോപം എന്ന പദവും, നസാറാക്കളെ സംബന്ധിച്ച് ലല്ല എന്ന പദവും പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരു ഹദീസുകളിൽ നിന്നും ഇക്കാര്യം സുവ്യക്തമാണ്. ഇവിടെ നാം ദുആ ചെയ്യുന്നത്, അള്ളാഹുവെ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നടത്തണമേ എന്ന് പറഞ്ഞതിന് ശേഷം അനുഗ്രഹിച്ചവർ എന്നതുകൊണ്ടുള്ള വിവക്ഷ പിന്നീട് നിന്റെ കോപത്തിന് പാത്രമായവരോ വഴിപിഴച്ചു പോയവരോ അല്ല എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ ഒരു മുഅ്മിന് ഭയപ്പെടേണ്ട ഒരു സംഗതിയെ പരാമർശിക്കുന്നു. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ തൻ്റെ വിശ്വാസത്തിൽ തൃപ്തനാകാൻ അവന് സാധിക്കുകയില്ല. ഏതുവരെ എന്നാൽ പിന്നീട് വഴികേടിലേക്ക് തിരിയുവാനുള്ള യാതൊരു സാധ്യതയുമില്ലാതെ ഇരിക്കത്തക്കവണ്ണം അവൻ ആത്മീയ പദവി കരസ്ഥമാക്കുന്നില്ലയോ, അതുവരേക്കും അയാൾ തഖ്വയുടെ മാർഗങ്ങളെ അവലംബിക്കുവാനായി തൻ്റെ ചുവടുകൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കേണ്ടതാണ്. ചിന്തിക്കുന്ന ഏതൊരാൾക്കും വിശ്വാസവർദ്ധകമായ ഒരു വലിയ പ്രവചനം ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ആയത്ത് അവതരിക്കുന്ന സന്ദർഭത്തിൽ യഹൂദ നസാറാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് അവിടുത്തെ ശത്രുക്കളായി മക്ക മുശ്രിക്കീങ്ങളാണ് ഉണ്ടായിരുന്നത്. മക്കയിൽ യഹൂദി നസാറാക്കളുടെ എണ്ണം ആ സന്ദർഭത്തിൽ പേരിന് മാത്രമായിരുന്നു. അവർക്ക് ഭരണവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ സൂറത്തിൽ മുസ്ലിങ്ങൾ പിന്നീട് മുശ്രിക്കീങ്ങൾ ആവാതിരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് യഹൂദി നസാറാക്കളുടെ രീതികളെ പിൻപറ്റുന്നതിൽ നിന്നും രക്ഷ നേടുവാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. മക്ക മുശ്രിക്കീങ്ങളുടെ മതം എന്നേക്കും നശിപ്പിക്കപ്പെടുമെന്നും മുസ്ലിങ്ങൾ മുശ്രിക്കീങ്ങളെപ്പോലെ ആവുകയില്ലെന്നും, എന്നാൽ യഹൂദ നസാറാക്കളുടെ മതം നിലനിൽക്കുകയും വ്യാപിക്കുകയും ചെയ്യുമെന്നും, അതിനാൽ മുസ്ലിങ്ങൾ അവരെ പിൻപറ്റുന്നതിൽ നിന്നും രക്ഷ നേടുന്നതിന് ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നും ഇവിടെ പഠിപ്പിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, ക്രിസ്ത്യാനികൾ തങ്ങളുടെ മതത്തിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നസാറാക്കളുടെ ഫിത്നയിൽ നിന്നും രക്ഷ നേടുന്നതിന്
ദുആ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ യഹൂദികൾ പൊതുവിൽ അന്യമതസ്ഥരെ തങ്ങളുടെ മതത്തിൽ ഉൾപ്പെടുത്താറില്ല. എങ്കിൽ മുസ്ലിങ്ങൾ തങ്ങളെ യഹൂദികളാക്കുന്നതിൽ നിന്നും രക്ഷിക്കണമെന്ന് ദുആ ചെയ്യേണ്ട ആവശ്യമെന്താണ്? ഇത് മുസ്ലിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. യഹൂദികളുടെ ഫിത്ന മറ്റൊരു തരത്തിലാണ് ഉണ്ടാവുക. അതായത് വരാനിരിക്കുന്ന മസീഹിനെ നിരാകരിക്കുന്നത് കാരണം മുസ്ലിങ്ങളുടെ അവസ്ഥ യഹൂദികൾക്ക് സമാനമാകുന്നതാണ്. ഇതുണ്ടാകുന്നത് നസാറാക്കളുടെ ഫിത്ന ശക്തമായി ഇസ്ലാമിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലുമായിരിക്കും. ഈ സൂറ ഫാത്തിഹയിൽ മറ്റൊരു മനോഹരമായ സംഗതി നമുക്ക് കാണാൻ സാധിക്കുന്നത്, അള്ളാഹു ഇതിൻ്റെ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെയും അതിനോട് അനുബന്ധിച്ച് ദുആകളെയും ഒന്നൊന്നിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് അൽഹംദുലില്ലാ എന്നതിനോട് സമാന്തരമായി ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് അള്ളാഹു എല്ലാ സൽഗുണങ്ങളുടെയും കേദാരമാണ് എന്നറിയുമ്പോൾ ഒരു ദാസൻ അറിയാതെ പറഞ്ഞു പോകുന്നു, ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അതിനുശേഷം റബ്ബുൽ ആലമീൻ എന്നതിന് സമാന്തരമായി ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് അള്ളാഹുവാണ് ഓരോ കണികകളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് എന്ന ദൃഢവിശ്വാസമുണ്ടാകുമ്പോൾ അവൻ പറഞ്ഞു പോകുന്നു, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു. അതുപോലെ അർ-റഹ്മാൻ അഥവാ യാതൊരു പ്രയത്നവും ആവശ്യപ്പെടലും കൂടാതെ തന്നെ നൽകുന്നവൻ എന്നതിന് സമാന്തരമായി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് വന്നിരിക്കുന്നു. അതായത് അള്ളാഹു തൻ്റെ ഒരു കർമ്മവുമില്ലാതെ തന്നെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കിയതായി കാണുമ്പോൾ അവൻ പറഞ്ഞു പോകുന്നു, എൻ്റെ ഏറ്റവും വലിയ ആവശ്യം നിന്നിലേക്കെത്തുകയാണ്, അത് പൂർത്തീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തരണം എന്ന്. അതിനുശേഷം അർ-റഹീം എന്നതിന് സമാന്തരമായി സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നത് മുമ്പ് അനുഗ്രഹത്തിന് പാത്രമായവരുടെ മാർഗത്തിൽ എന്നെ നടത്തണമെന്നാണ്. കാരണം റഹീമിയത്ത് ഒരു പ്രവൃത്തിയെയും വൃഥാവിലാക്കുന്നില്ല. തുടർന്ന് മാലിക് യൗമിദ്ദീന് സമാന്തരമായി ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് വെച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ കർമ്മങ്ങൾ ചോദിക്കപ്പെടുന്നതാണെന്നും അതിൻ്റെ കണക്കെടുപ്പ് നടക്കുന്നതാണെന്നും മനസ്സിലാക്കുമ്പോൾ ഒരു ദാസൻ തൻ്റെ പരാജയത്തെ സംബന്ധിച്ച് ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധമായ സൂറത്തിലെ ആയത്തുകളെയും അവയുടെ ക്രമത്തെയും സശ്രദ്ധം വീക്ഷിക്കുകയാണെങ്കിൽ ഇത് ഒരു മനുഷ്യനെ പടിപടിയായി ആത്മീയ ഉന്നതികളിൽ എത്തിച്ചുകൊണ്ട് ദൈവ സാമീപ്യം അവന് നേടിക്കൊടുക്കുവാൻ ഇതിന് സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു അസ്തിത്വത്തെ അനുസരിക്കുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യുന്നത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്നുകിൽ സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ ഭയം കൊണ്ട്. അള്ളാഹു ഈ സൂറത്തിൽ ഈ രണ്ട് വിധത്തിലുള്ള തൻ്റെ ഗുണവിശേഷങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്നു. ഔദാര്യങ്ങളെ കണക്കിലെടുക്കുകയും അതിലൂടെ അനുസരണയിലേക്ക് പോവുകയും ചെയ്യുന്ന പ്രകൃതങ്ങൾക്ക് അനുയോജ്യമായ ഗുണവിശേഷങ്ങളും, എന്നാൽ ഔദാര്യങ്ങളെ അവഗണിക്കുകയും ഭയം മൂലം മാത്രം അനുസരണം പുലർത്തുകയും ചെയ്യുന്ന പ്രകൃതങ്ങൾക്ക് അതിന് അനുയോജ്യമായ ഗുണവിശേഷങ്ങളും അള്ളാഹു വിവരിക്കുന്നു. ആരംഭത്തിൽ അവനാണ് നമ്മുടെ പരിപാലകൻ എന്നും അവൻ വളരെ കരുണാമയനാണെന്നും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നവനാണെന്നും വിവരിച്ചുകൊണ്ട് ഔദാര്യങ്ങളെ വിലമതിക്കുന്നവർക്ക് അനുസരിക്കുന്നതിനുള്ള പ്രേരണ നൽകുന്നു. എന്നാൽ ഇതുകൊണ്ട് അനുസരിക്കാത്തവരോട് മാലിക് യൗമിദ്ദീൻ അഥവാ കണക്കെടുപ്പ് നാളിൻ്റെ ഉടമസ്ഥനാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവരിൽ ഭയമുണ്ടാക്കുന്നു. അങ്ങനെ ഭയം കാരണത്താൽ ചിലർ അവനെ അനുസരിക്കാൻ തയ്യാറാകുന്നു. ഇങ്ങനെ അനുസരിക്കുവാൻ ഒരു ദാസൻ തയ്യാറാകുന്നുവെങ്കിലും തൻ്റെ ബലഹീനതകളെ പരിഗണിച്ചുകൊണ്ട് അതോടൊപ്പം ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് തന്നെ സഹായവും അഭ്യർത്ഥിക്കുന്നു.
ഇബാദത്തിൻ്റെ കടമകൾ നിറവേറ്റാൻ നീ തന്നെ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ അള്ളാഹുവിനോടുള്ള സ്നേഹം ഈ നിലയിലെത്തുകയും അള്ളാഹുവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് അവനിൽ ആകൃഷ്ടനാവുകയും ചെയ്തു കഴിയുമ്പോൾ മനുഷ്യപ്രകൃതം ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് അവനിലേക്ക് എത്തണമെന്നാണ്. അവനിൽ നിന്നും ദൂരെ നിൽക്കാൻ ഇനി അവനാവുകയില്ല. അങ്ങനെ അവൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യുന്നു. അതായത് എത്രയും പെട്ടെന്ന് നിന്റെ സാമീപ്യം എനിക്ക് നൽകണം. പിന്നീട് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാകുമ്പോൾ അവിടെ പല പദവിയിലുള്ള ആളുകളുണ്ടാകും. അതിനാൽ അവൻ ആഗ്രഹിക്കുന്നു അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ഉന്നതമായ പദവിയിൽ തന്നെ ഹാജരാകേണ്ടതാണ്. അതിനുവേണ്ടി സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് ദുആ ചെയ്യുന്നു. അതായത് നീ അനുഗ്രഹിച്ച് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയ ആളുകളുടെ മാർഗം എനിക്ക് നൽകണം. അങ്ങനെ ആത്മീയമായ അനുഭൂതി പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാനം എന്നെന്നും ലഭിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹം അവനിലുണ്ടാകുന്നു. അപ്പോൾ അവൻ ദുആ ചെയ്യുന്നു, നേർമാർഗം ലഭിച്ച ശേഷം പിന്നീട് വഴിതെറ്റിപ്പോയ ആളുകളുടെ മാർഗത്തിൽ എന്നെ ആക്കരുതേ. പ്രേമഭാജനം പ്രേമിയോട് കോപിക്കുകയോ പ്രേമി തൻ്റെ പ്രേമത്തെ തന്നെ ഒഴിവാക്കുകയോ ചെയ്യുന്ന അവസ്ഥ എനിക്കുണ്ടാകരുത് എന്നവൻ ആഗ്രഹിക്കുന്നു. നോക്കുക, ഇതെത്രമാത്രം പരിപൂർണവും ഗഹനവുമായ ഒരു ദുആയാണ്. അള്ളാഹു തൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം മനുഷ്യന് നൽകിയിട്ടുള്ള അധ്യാപനമാണിത്. ഇതിനോട് പകരം വെക്കാൻ മറ്റൊന്നിനും തന്നെ സാധിക്കുകയില്ല. മനുഷ്യപ്രകൃതത്തെ ആരംഭം മുതൽ അവസാനം വരെ എത്ര മനോഹരമായാണിതിൽ കോറിയിട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. വിവിധ തരത്തിലുള്ള ചിന്താഗതികളുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള ചികിത്സ ഈ ഒരു ചെറിയ സൂറത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നു. സൂറ ഫാത്തിഹയുടെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.